ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ഈ ഒരു താങ്ക്സ് നോട്ട് നിങ്ങളൊന്ന് കാണുക. ഈ താങ്ക്സ് നോട്ട് ഇറാൻ ഇന്ത്യക്ക് സമർപ്പിച്ച താങ്ക്സ് നോട്ടാണ്. താങ്ക് യു ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഇത് ശരിക്കും പക്ഷെ അത് ഇന്ത്യയിലോട്ടല്ല അയച്ചിരിക്കുന്നത്, അത് ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഷെല്ലിലാണ് അവരിത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് അയക്കുന്ന ഷെല്ലിൽ താങ്ക്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇറാൻ എഴുതി പിടിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഈ വാർത്ത ഞാൻ വായിച്ചപ്പോഴത്തേക്കും എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തൊരു വാർത്ത കൂടിയാണിത്. കാരണം വേറെ ഒന്നുമില്ല, സാധാരണഗതിയിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു, ഒരു എർത്ത് ക്വേക്ക്, ഇതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പല രാജ്യങ്ങളെയും സഹായിക്കാറുണ്ട്. അത് ശരിക്കും പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്നാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള നോ ഒബ്ജെക്ഷൻസും പറയാതെ ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കശ്മീരിൽ കുറേ ഷിയ മുസ്ലിംസ് ഉണ്ട് കശ്മീരിൽ, അപ്പോൾ അവർ അകമഴിഞ്ഞുള്ള സഹായം, ധനസഹായം, അതേപോലെ തന്നെ ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ 30 വർഷക്കാലം പുള്ളിക്കാരിയുടെ ഭർത്താവ് സമ്മാനമായി കൊടുത്തിരുന്ന സ്വർണം, ഭർത്താവ് മരിച്ചിട്ട് 30 വർഷമായിട്ട് പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് സൊവനീറായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്വർണം വരെ എടുത്ത് കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിഗി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, ഉണ്ടിയൽ, ചെറിയ കുട്ടികളിങ്ങനെ കോയിൻസ് ഒക്കെ സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു കുട്ടികൾക്കൊരു സേവിങ്സ് ഹാബിറ്റ് രൂപപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കുടുക്ക. ഈ കുടുക്കയൊക്കെ പൊട്ടിച്ച് പണം ഇറാനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില ആത്മാർത്ഥത രൂപപ്പെടും, അങ്ങനെ ഉണ്ടായ ഒരു ആത്മാർത്ഥതയാണ്. ഇനി അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇവരെ അയച്ചു കൊടുത്ത ഈ ഒരു സഹായത്തിൽ ഇറാൻ ഭയങ്കരമായിട്ട് ഇന്ത്യക്ക് താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല കാര്യമല്ലേ, ഇന്ത്യക്ക് താങ്ക്സ് പറഞ്ഞിരിക്കുകയല്ലേ ഇറാൻ, നല്ല വിഷയമല്ലേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ടോപ്പ് ലെവലിൽ മാത്രം ഇതിനെ ഇങ്ങനെ നോക്കിപ്പോയാൽ പോരാ, ഇതിനെ ഡീപ്പ് ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. കാരണം എന്താണ്, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അതിനെ തകർക്കുന്ന രീതിയിൽ, അതിന് തന്നെ തുരങ്കം വെക്കുന്ന രീതിയിൽ ഇറാൻ ഒരു പ്രൊപ്പഗൻഡ ടൂളായിട്ട് ഇന്ത്യയെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് ഒറ്റ വാക്കിൽ ഈ വാർത്ത കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്ത്യയെ പോലത്തെ, ഇന്ത്യയുടെ ഫോറിൻ പോളിസി അറിയാമല്ലോ, അമേരിക്ക ഒരു സൈഡിൽ, ഇസ്രായേൽ വേറൊരു സൈഡിൽ, ഇറാൻ മറ്റൊരു സൈഡിൽ, റഷ്യ വേറെ സൈഡിൽ, ചൈന വേറൊരു സൈഡിൽ, അപ്പോൾ ഇങ്ങനെ യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റൊരു സൈഡിൽ, ഇങ്ങനെ ചേരി തിരിഞ്ഞുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് നയം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയെ തകർക്കുന്ന രീതിയിൽ, ഇന്ത്യയുടെ സോവറിനിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയെ ഒരു പ്രൊപ്പഗൻഡ ടൂളായിട്ട് ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇറാന്റെ ഈ പ്രൊപ്പഗൻഡ, ഈ IRGCയുടെ പ്രൊപ്പഗൻഡയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഇറാന് പണം കൊടുത്തത് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പാണ്, വിച്ച് ഈസ് വി ഓൾറെഡി ഡൺ സെവറൽ ടൈംസ് വിത്ത് അഫ്ഗാനിസ്ഥാൻ. ഇപ്പോഴും നമ്മളിത് ചെയ്യുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഇറാനിയൻ ജനങ്ങൾക്ക് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ കൊടുത്ത ധനസഹായം അവർ കൃത്യമായിട്ട് അതിനെ ഒരു പ്രൊപ്പഗൻഡ ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം നടത്തുന്ന സാഹചര്യത്തിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ, ഇസ്രായേലിന്റെ മേലിൽ പോയി പതിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൽ അവർ ഇന്ത്യയുടെ പേര് പതിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ക്രൂക്കഡ് മൈൻഡ് സെറ്റ്. അവിടെയാണ് ഇന്ത്യയെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് ഈ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയോടും ലോകത്തോടും അവർ പറയുന്ന മെസ്സേജ് എന്താണ്? അവർ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ്. അതായത് ഇന്ത്യയുടെ മോറൽ സപ്പോർട്ട് ഇപ്പോഴും ഇറാൻ ഉണ്ട് എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒറ്റ ലൈനിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. പക്ഷേ ഇതിൽ മറ്റൊരു വശമുണ്ട്. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ നിങ്ങൾ എത്രമാത്രം ടെക്നോളജിക്കലി സപ്പോർട്ടീവായിട്ടുള്ള ഇന്ത്യ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താലും ഇന്ത്യയുടെ സപ്പോർട്ട് എപ്പോഴും മോറലി ഞങ്ങൾക്കാണ് എന്നുള്ള തരത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ മിസൈൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇന്നലെ മാത്രം 8 മിസൈലുകൾ വീണിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അതിൽ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ വൻ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നും മിക്സ്ഡ് റിയാക്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. 100-ലധികം വീടുകൾക്ക് വിള്ളലേറ്റിട്ടുണ്ട്, കേടുപാടുകൾ, ആ മിസൈൽ വീണ് ആ ഒരു ഷേക്കിൽ. ആർക്കും ജീവഹാനി ഒന്നും സംഭവിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. എല്ലാവരും ഷെൽട്ടറിന്റെ ഉള്ളിൽ സെക്യൂർ ആയിരുന്നു എന്നാണ് മൊത്തത്തിൽ അറിയാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും ഒരു 6 പേര് ലൈറ്റ്ലി വൂണ്ടഡ് എന്നുള്ള വാർത്തയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇതാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാൻ ഇന്നലെ നടത്തിയ ആക്രമണം. ഇനി ഇറാന്റെ വീക്ക്നെസ്സും അവരുടെ ഈ പ്രൊപ്പഗണ്ടയും തമ്മിലാണ് നമ്മൾ ഇവിടെ ബന്ധിപ്പിച്ച് നോക്കേണ്ടത്. ഇറാന്റെ വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക്, അതായത് ഇറാനിൽ നിന്നും 4000 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് ഇറാൻ 2 മിസൈലുകൾ അയക്കുകയാണ്. ഈ 2 മിസൈലുകളും ഇവരുടെ ഈ ടെക്നിക്കൽ ഇൻസഫിഷ്യൻസി അതിനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ ടെക്നോളജിക്കലി അവർ എഫിഷ്യൻ്റ് ആയിട്ടില്ല. പ്രത്യേകിച്ച് മിസൈൽ നിർമ്മാണത്തിൽ അവർ ഫുൾ കേപ്പബിലിറ്റി അവർക്ക് ഇതുവരെ ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇസ്രായേൽ ഇതിനെ ഒരു പ്രൊപ്പഗൻഡയായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് ഡീഗോ ഗാർസിയയെ എയിം ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, വിച്ച് ഇസ് ദേ ഹാവ് 5000 above കിലോമീറ്റർ അല്ലെങ്കിൽ 4000 above കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ അവരുടെ പക്കലുണ്ട്. ആ കോൺഫിഡൻസിലാണ് അവർ ഈ മിസൈലുകൾ അയച്ചത് എന്നുള്ള തരത്തിൽ അതിനെ ആക്കി തീർത്ത് അതിന്റെ പേരിൽ ഇസ്രായേൽ ആക്രമണം ഇറാന്റെ ഉള്ളിൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചത്. പക്ഷേ ആക്ച്വലി ഇസ്രായേലിനറിയാം അവരുടെ പക്കൽ 4000 കിലോമീറ്റർ ഓർ 5000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിനു മുമ്പ് മൾട്ടിപ്പിൾ ടൈംസ് ഡീഗോ ഗാർസിയയെ അപ്രോച്ച് ചെയ്തേനെ. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരു മിസൈല് പകുതിക്ക് തന്നെ കത്തിക്കരിഞ്ഞ് ഇല്ലാതായി പോയി. അതിനെ ആരും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടില്ല, അതിന്റെ കപ്പാസിറ്റി തീർന്നു, അത്രയേ ഉള്ളൂ. 2000 കിലോമീറ്റർ എത്തിയപ്പോഴേ അതിന്റെ കച്ചവടം പൂട്ടി. അതുപോലെ മറ്റൊരു മിസൈലിനെ അതിന് മുമ്പ് തന്നെ, അത് 2000 കിലോമീറ്റർ റീച്ച് ആവുന്നതിന് മുമ്പ് തന്നെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ അമേരിക്ക അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതായത് അവർക്ക് 4000 കിലോമീറ്റർ കപ്പാസിറ്റിയുള്ള മിസൈൽ നിർമ്മിക്കാനുള്ള ആ സംവിധാനം അവരുടെ കയ്യിലില്ല, ഇല്ലെങ്കിൽ അവർ ഇതുവരെ ആ ടെക്നോളജിയിൽ എത്തിപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ അവർക്ക് പ്രൊപ്പഗണ്ട ആവശ്യമാണ്. അവര് ഡീഗോ ഗാർസിയയിലേക്ക് മിസൈൽ അയച്ചത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ കയ്യിൽ 4000 കിലോമീറ്റർ വരെ അറ്റാക്ക് നടത്താനുള്ള മിസൈലുകൾ ഉണ്ട് എന്ന് ലോകത്തെ ധരിപ്പിക്കണം. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കണം. ഇസ്രായേലെ മാത്രമല്ല, വേണ്ടി വന്നാൽ ഞങ്ങൾ നിങ്ങളെയും ആക്രമിക്കും എന്നുള്ള മെസ്സേജാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഡീഗോ ഗാർസിയ എയിം ചെയ്തത്. പക്ഷേ ഇത്തരത്തിലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് അമേരിക്കയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. അവർക്ക് ഉറപ്പായിട്ടും അറിയാം ഈ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത്. പക്ഷേ മറ്റൊന്ന്, സ്വമേധയാ തകർന്ന് വീണത് അവർക്ക് തിരിച്ചടിയായി. അതും കൂടി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പ്രൊപ്പഗണ്ടയ്ക്ക് കുറച്ചുകൂടെ ആധികാരികത കിട്ടിയേനെ. പക്ഷെ ഇപ്പൊ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇത് തകർന്നു വീണത് കൊണ്ട് ഇറാന്റെ കയ്യിൽ ലിമിറ്റഡ് മിസൈലാണ് ഉള്ളത്, ലോങ് റേഞ്ച് മിസൈൽസ് അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വെളിപ്പെട്ടത്. ഇനി ഇസ്രായേലിന്റെ സൈഡിൽ ഇറാൻ നടത്തുന്ന അറ്റാക്ക് നോക്കൂ. അതിന്റെ നേച്ചർ എന്താണ്? അവർ മിസൈലുകൾ തുരിതരാ വിടുന്നുണ്ട്, പിന്നെ ക്ലസ്റ്റർ മിസൈലുകൾ വിടുന്നുണ്ട്. ഈ ക്ലസ്റ്റർ ടാർഗറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വളരെ കുറവാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ സിംഗിൾ മിസൈൽ വന്ന് പതിക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്നത്. പക്ഷെ അതേസമയം ഇറാന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇസ്രായേലിന്റെ ഉള്ളിൽ എല്ലാ വീടുകളിലും ഷെൽട്ടേഴ്സ് ഉണ്ട്. ഈ ഷെൽട്ടറുകളിലാണ് പരമാവധി ആൾക്കാർ ഈ മിസൈലുകൾ വരുന്ന സമയത്ത് സൈറൺ അടിക്കുമ്പോൾ പോയി അഭയം പ്രാപിക്കുന്നത്. പല റോഡുകളിലുമുണ്ട്, എല്ലാ വീടുകളിലുമുണ്ട്, ബസ് സ്റ്റേഷനിലുണ്ട്. ഇസ്രായേലിന്റെ ഒരു കൾച്ചർ തന്നെ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ നിരന്തരമായിട്ടുള്ള ഈ ആക്രമണങ്ങൾ കൊണ്ട് അവർ തന്നെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഇവിടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്താൽ അവിടെ കൃത്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എർത്തിന്റെ ഉള്ളിൽ പെനിട്രേറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താനുള്ള കപ്പാസിറ്റി ആ മിസൈലുകൾക്ക് വേണം. ആ മാതൃകയിലുള്ള മിസൈലുകൾ പോലും ഇറാന്റെ പക്കലില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ മരണനിരക്ക് എത്രയാണ്? അങ്ങ് അറ്റം പോയ 20-25. പിന്നെ എല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെമോളിഷൻസ് ആണ്. ഇറാന്റെ ഈ നന്ദി പ്രകടനം ഉണ്ടല്ലോ, ബാലിസ്റ്റിക് മിസൈലിന്റെ ഷെല്ലിന്റെ പുറത്ത് താങ്ക്സ് ഫോർ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടുള്ള മിസൈല് ഇസ്രായേലിലേക്ക് അയച്ചതിലുള്ള പ്രൊപ്പഗണ്ട, അതിനെ ഇന്ത്യ കൺടെംപ്റ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇത് വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇന്ത്യ ഓപ്പൺ ആയിട്ട് ഇതിനെ എതിർത്ത് കൺടെംപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇസ്രായേലുമായിട്ടും ഇന്ത്യക്ക് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവർക്ക് ഇന്ത്യ ചെയ്തൊരു ഹെൽപ്പിനെ വരെ ഇവർ പ്രൊപ്പഗണ്ട കുത്തി നിറച്ച് അതിനെ എങ്ങനെ അവർക്ക് വളച്ചൊടിച്ച് ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ, അതായത് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പിന്റെ പേരിൽ നമ്മൾ ചെയ്ത ആ ഒരു ഹെൽപ്പ് IRGC ഭരണകൂടം ഏറ്റെടുത്ത് തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യക്ക് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ ഇറാനിയൻ എംബസി ഉണ്ട്. അതേപോലെ തന്നെ അവർക്കൊരു പത്രസമ്മേളനത്തിലൂടെ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ എഴുതി അങ്ങ് അയക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാം. പല മാർഗങ്ങളുണ്ട് ഇന്ന്. അപ്പം അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പഗണ്ട ടൂളായിട്ട് ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നത്. മറ്റുള്ളവർക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ IRGC എന്ന് പറഞ്ഞ ഈ തീവ്രവാദികളുടെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ മാത്രമേ വരുള്ളൂ. യുദ്ധത്തിന്റെ ഒരു സ്റ്റേറ്റസ് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ട്രംപ് ഇന്ന് രാവിലെ പറയുകയാണ്, എയർഫോഴ്സ് 1 കയറാൻ വേണ്ടി അപ്രോച്ച് സ്റ്റെപ്പിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, ഇറാന്റെ ഉള്ളിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു
13,000 ടാർഗറ്റ് ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 3,500 റേഞ്ചിലുള്ള ടാർഗറ്റുകളാണ് ഇനി ബാക്കിയുള്ളത്. അതും ഞങ്ങൾ വരും ദിവസങ്ങളിൽ അച്ചീവ് ചെയ്യും. പിന്നെ കാർഗ് ഐലൻഡിനെ ഒരുപക്ഷെ ഞങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ എണ്ണ അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ട്രംപ് പറഞ്ഞതാണ്. ഒരുപക്ഷെ കാർഗ് ഐലൻഡിനെ ഞങ്ങൾ എടുത്തേക്കാം. ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഡൗട്ട്ഫുള്ളിന്റെ ആവശ്യമൊന്നുമില്ല. വെനിസ്വേലയുടെ എണ്ണ എടുത്ത ട്രംപിന് ഇറാന്റെ എണ്ണയും എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. അമേരിക്ക അത് പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ അടുത്തും അത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ മറൈൻ ട്രൂപ്സിനെ നീക്കി വെച്ചിരിക്കുന്നത്. അതൊരു സൈഡിൽ. In a much bigger way, we're ahead of schedule with Iran. We're weeks ahead of schedule. But we've had regime change, if you look already, because the one regime was decimated, destroyed, they're all dead. The next regime is mostly dead. And the third regime, we're dealing with different people than anybody's dealt with before. It's a whole different group of people. So I would consider that regime change. And frankly, they've been very reasonable. So I think we've had regime change. I mean, you can't do much better than that. The regime that was really bad, really evil was the first one. That was done. The second was appointed, and they're gone. They're all dead, other than one who may have a little life, you know. And then there really are the third group, and the third group of people that seem to be much more reasonable. It truly is regime change. And regime change is an imperative, but I think we have it automatically. ഇനിയിപ്പോൾ പുതിയ ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഏപ്രിൽ 6-ാം തീയതിയോടുകൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വളരെ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് April 6. April 6 ഇറാൻ ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറാന്റെ ഉള്ളിലുള്ള പവർ ഗ്രിഡുകൾ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ പവർ ഗ്രിഡുകൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഹാഫ് ഓഫ് ഇറാൻ പാർഷ്യലി ബ്ലാക്ക് ഔട്ട് ആണ് ഇറാന്റെ ഉള്ളിൽ. എനർജിയെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന പല ഹെവി വാട്ടർ പ്ലാന്റുകളൊക്കെ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പവർ സപ്ലൈ ബാധിച്ചിട്ടുണ്ട്. ട്രംപ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്, നെഗോഷിയേറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇറാന്റെ മേലിൽ പ്രഷർ ഇട്ടുകൊണ്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസ് നടത്താൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള പ്രഷർ പോയിന്റുകൾ ട്രംപ് കീപ്പ് ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണയാണ് ഉദ്ദേശിക്കുന്നത്, അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഇന്നൊരു പത്രസമ്മേളനം കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. ഈജിപ്റ്റ്, സൗദി അറേബ്യ, തുർക്കി ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു മീഡിയേറ്ററിന്റെ റോൾ എടുക്കുകയാണെന്നാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു വെക്കുന്നത്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് തീർന്നു കിട്ടിയാൽ അത്രയ്ക്ക് ആശ്വാസമാവും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്കും. അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്നലെ ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആൾ പാർട്ടി മീറ്റിംഗ് എന്തിനാണ് വിളിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാൽ എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. പല പാർട്ടികൾക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും സെൻട്രൽ ഗവൺമെന്റ് ഈ ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് വളരെ നന്നായി. ഇറാൻ പറയുന്നത് പാർഷ്യലി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓൾറെഡി ഓപ്പൺ ആണ്. ഏതാണ്ട് 20ഓളം പാകിസ്ഥാൻ ഫ്ലാഗ് വെച്ചുള്ള എണ്ണക്കപ്പലുകൾ അതിലെ റിലീസായി പോയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ഷിപ്പുകളാണ്. പാകിസ്ഥാൻ ഒരു ഷിപ്പും പോയിട്ടില്ല. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഷിപ്മെന്റുകളാണ്. 20 അമേരിക്കൻ ഷിപ്പുകൾ ഓൾറെഡി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇന്ത്യയുടെ കപ്പലുകളെ സെക്യൂർ ചെയ്ത് അവർ സെപ്പറേറ്റ് ആയിട്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പൊയ്ക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇറാന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ കണ്ടംപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായല്ലോ ആ ലെവറേജിന്റെ പോയിന്റ് എവിടെയാണെന്നുള്ളത്. ഇന്ത്യക്ക് ഈ സാഹചര്യത്തിൽ ഇറാൻ കാണിക്കുന്ന ഈ ഒരു പ്രൊപ്പഗണ്ട വിഷയത്തിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളുടെ ഫോറിൻ മിനിസ്ട്രി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് വളരെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പോപ്പുലേഷൻ ജൈഗാന്റിക് പോപ്പുലേഷനാണ്. നമ്മുടെ എനർജി നീഡ് വളരെ വലുതാണ്. അപ്പോൾ അത് ഒരു കണ്ടംനേഷനൊക്കെ കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ചരക്ക് ഗതാഗതത്തിന് ഒരു തടസ്സം നേരിടുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഇപ്പോൾ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും ഇറാനെതിരെ പറയാത്തത്. ഇത് വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ ഇറാന്റെ അടുത്ത് ഈ വിഷയം ഡിസ്കസ് ചെയ്യപ്പെടും. കാരണം ഇസ്രായേൽ നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന ഹെർംസ് ഡ്രോണുകൾ, നമ്മളുടെ ബോർഡർ സർവൈലൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലിന്റെ ടെക്നോളജിയാണ്. ഹെർംസ് ഡ്രോണുകൾ നമ്മൾ ഒരുപാട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാഫേൽ ഫൈറ്റർ ജെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിസൈൽസ് അത് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ മിസൈലുകളാണ്. അപ്പൊ ഇതുപോലെ പല വിഷയങ്ങളിലും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ ടെക്നോളജി ഷെയർ ചെയ്യുന്ന മറ്റൊരു രാജ്യം. അതാണ് മനസ്സിലാക്കേണ്ടത്. വേറെ ഒരു രാജ്യവുമായിട്ടും ഇസ്രായേൽ ഇത്രയധികം ടെക്നോളജി ഷെയർ ചെയ്യുന്നില്ല.
ഇന്ത്യയുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുക, നിർത്തുക, ഇതെല്ലാം തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 1956, 1971 ഇത് രണ്ടും തന്നെ രണ്ട് രാജ്യങ്ങളുടെ സ്ട്രാറ്റജിക് അറ്റോണമിയാണ്. ഇതിനകത്ത് രണ്ട് രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 1956 സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ, UK, ഫ്രാൻസ് ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട്, കാരണം 1947 ഇസ്രായേൽ സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തതിനെ തുടർന്ന് അന്ന് ബ്രിട്ടീഷാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലുമായിട്ട് അടുപ്പം വെച്ചിരുന്നത്. കാരണം ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ. അന്ന് ബ്രിട്ടീഷാണ് ശരിക്കും ഇസ്രായേലിന് ഒരു സ്റ്റേറ്റ്ഹുഡ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് അടുപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ സെക്കൻഡ് വേൾഡ് വാർ ഫിനിഷ് ആയതിനെ തുടർന്ന് അമേരിക്ക ഒരു ഡോമിനേറ്റഡ് പവറായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമാണത്. ആ ടൈമിലാണ് 1956 ഈ ഫ്രാൻസും UKയും ഇസ്രായേലും കൂടി രഹസ്യമായിട്ടൊരു എഗ്രിമെന്റ് ഒപ്പുവെച്ചുകൊണ്ട്, അതിനും ടോപ്പ് ലെവലിൽ UKയും ഇസ്രായേലും തമ്മിൽ ഒരു സെപ്പറേറ്റ് എഗ്രിമെന്റും കൂടി ഉണ്ടായിരുന്നു. എന്തിനാണ്? സുയസ് കനാലിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിന്റെ ഉള്ളിൽ UKയും ഫ്രാൻസും ഇസ്രായേലും അവരുടെ ട്രൂപ്പിനെ ഇറക്കി, ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കിയിട്ട് അവിടെ അറ്റാക്ക് തുടരുകയായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ 1956 നടന്ന ആ ഒരു യുദ്ധം 4 ദിവസമാണ് നടത്തിയത്. സൂയസ് കനാലിനെ കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ യുദ്ധം തുടങ്ങിയത്. എനിവേ, അത് കഴിഞ്ഞിട്ട് സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഈജിപ്റ്റ് മൊത്തത്തിൽ ഈ സൂയസ് കനാലിനെ അവരുടേതായിട്ടുള്ള ആ ഒരു സോവറിനിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തത്രപ്പാടായിരുന്നു. അതിനെതിരെയാണ് ഇവർ ഇറങ്ങിയത്. കാരണം ഇതൊരു കോമൺ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ്. അന്ന് UKയും ഇസ്രായേലും ഫ്രാൻസും ഇതിന് ഇറങ്ങിയെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഗ്ലോബൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു കടമ്പ കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് UKയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്രായേലിനൊക്കെ ഈ സൂയസ് കനാൽ വലിയൊരു പ്രശ്നമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങിയത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, അമേരിക്ക 1956 ആകുമ്പോഴത്തേക്കും വലിയൊരു സൂപ്പർ പവർ ആയിട്ട് മാറിയിരുന്നു. അവര് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ജപ്പാനിലൊക്കെ ആണവായുധ പ്രയോഗമൊക്കെ നടത്തി അവർ ജപ്പാനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനുള്ള തിരക്കിലായിരുന്നു. ജപ്പാനിൽ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചു, രണ്ടാം ലോക മഹായുദ്ധത്തിന് തീർപ്പായി. പക്ഷെ അതേസമയം അമേരിക്ക കാണിച്ച ഒരു നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജപ്പാനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഹെൽപ്പ് ചെയ്തു. അവരെ ആ ആണവായുധം പ്രയോഗിച്ചതിന്റെ പേരിൽ അവരെ അങ്ങ് തള്ളിക്കളഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പോട് കൂടി മുന്നോട്ട് പോകുന്ന ജപ്പാനെയും അമേരിക്കയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അതൊരു പരിധിവരെ അമേരിക്കയുടെ വിജയം. അമേരിക്ക ആണവായുധം പ്രയോഗിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ജപ്പാനെ ഇത്തരത്തിൽ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പൊ ഇറാനെ ആര് റിവൈവ് ചെയ്യും? അമേരിക്ക ജസ്റ്റ് എണ്ണ മാത്രമാണോ ലക്ഷ്യം വെക്കുന്നത്? വെനിസുലയിലും എണ്ണ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇനി അമേരിക്ക എന്തെങ്കിലും ചെയ്യുമോ? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇറാന്റെ റീകൺസ്ട്രക്ഷൻ വർക്കിൽ ഇന്ത്യക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈനയ്ക്കും അതേപോലെ പ്രാധാന്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ 1956 അമേരിക്ക ഇടപെടുകയാണ്. 4 ദിവസത്തിൽ അമേരിക്ക കൃത്യമായിട്ടുള്ള വാണിംഗ് ആണ് കൊടുക്കുന്നത്. UK, ഫ്രാൻസ്, ഇസ്രായേൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് നിങ്ങളുടെ ട്രൂപ്പിനെ നിങ്ങൾ പിൻവലിക്കണം, ഈജിപ്തിൽ നിന്നും പിൻവലിക്കണം എന്നുള്ള ഉത്തരവ് UN ത്രൂ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പവർ ലോകം മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട്. അപ്പം അവിടെയാണ് അമേരിക്ക ഒരു സൂപ്പർ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സഹാബ്ദത്തിന്റെ അടിത്തറ ഇളക്കുന്ന പരിപാടിയായിരുന്നു ബ്രിട്ടൻ അതോട് തീർന്ന്. അതുപോലെ തന്നെ 1971 വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വാർ, ഇന്ത്യയുടെ ഡിഫൻസ് ഡിറ്ററൻസിനുള്ള ഒരു ക്ലിയർ കട്ട് ആൻസറാണ് അവിടെ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അന്ന് അമേരിക്കയുടെ 7th ഫ്ലീറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രൂപ്പിന്റെ കനത്ത സമ്മർദ്ദം ഇന്ത്യയുടെ മേലുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്? നിക്സൺ ഉണ്ടായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ്. അതുപോലെ തന്നെ കിസഞ്ചർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തന്നെ ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളാണ് ശക്തമായി സ്വീകരിച്ചിരുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ഇവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്നോട്ടെ ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ട്. നമ്മൾ അമേരിക്കയ്ക്ക് വഴങ്ങില്ല, നമ്മൾ ആർക്കും വഴങ്ങില്ല. നമ്മൾക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സോവറിനിറ്റി ഉണ്ട്, നമുക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ട്, നമ്മളുടെ ഫോറിൻ പോളിസി നമ്മളിൽ സെക്യൂർഡ് ആണ്. ആ മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് 1971 തന്നെ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാജ്യം. ഇന്ന് അവന്മാരെ നമുക്കിട്ട് തന്നെ തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ്, അതൊക്കെ വേറെ. പക്ഷെ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് ധരിപ്പിച്ചിരുന്നു ലോകത്തോട്. ആ മെസ്സേജ് വളരെ വ്യക്തമാണ്. അത് 1971 തന്നെ വ്യക്തമാണ്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ സ്ട്രാറ്റജിക് ഓട്ടോണമി നമുക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പല കാലഘട്ടങ്ങളിലും ഫോറിൻ റിലേഷൻഷിപ്പിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി നമ്മൾ എപ്പോഴും വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിരുന്നു.
നമ്മളുടെ റൈറ്റ് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാറില്ല. അപ്പൊ ആ മാതൃകയിലുള്ള സ്ട്രാറ്റജിക് ഓട്ടോണമിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയെ ഒരു പ്രൊപ്പഗൻഡ ടൂളായിട്ടാണ് ഇറാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചത്. കാരണം ഈ താങ്ക്സ് ഇന്ത്യക്കാണ് വരേണ്ടത്, അല്ലാതെ ഈ താങ്ക്സ് പോവേണ്ടത് മിസൈലിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാനല്ല. അത് ഇസ്രായേൽ എന്നല്ല, മറ്റേതൊരു രാജ്യത്തിനെയും. ഇൻഫാക്ട് പാകിസ്ഥാനെതിരെ പോലും ഇങ്ങനെ താങ്ക്സ് ഫോർ ഇന്ത്യൻ പീപ്പിൾ എന്ന് എഴുതിക്കൊണ്ടുള്ള ഒരു മിസൈൽ ഇറാൻ അയക്കാൻ പാടില്ല. അതാണ് ഇന്ത്യയുടെ നിലപാട്, അതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.